ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് സ്റ്റൈലിൽ കത്രിക്ക സാമ്പാറാണ് കാണാൻ പോകുന്നത്. കത്രിക്ക സാമ്പാർ വാങ്ങ് പണ്ണലാം. അപ്പോൾ തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇന്ന് ശരിക്കും തുവരപ്പരിപ്പ് തന്നെ എടുത്തിരിക്കണം, മസൂർ ദാലല്ല. ഒരു 3-4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ജീരകം, നല്ല ജീരകം, ഒരു നുള്ളോളം ഉലുവ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 5-6 വിസിൽ കൊടുത്തിട്ട് വേവിച്ച് വയ്ക്കുക. ഇനി ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടുക് ഇടുക, കുറച്ച് വറ്റൽമുളക് ഇടുക, ഒരു 4-5 പച്ചമുളക് ഇടുക. ഈ പച്ചമുളക് ഇടുന്നത് സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും ഇട്ടിരിക്കണം, അതാണ് ടേസ്റ്റ്. അതിലേക്ക് തന്നെ ഒരു സവോള നീളത്തിൽ കീറിയതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നമ്മൾ അതിലിട്ടിട്ടുണ്ട്, വേവിക്കണയിലിട്ടിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടി ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 പൊടികളാണ്. ഒന്ന് സാമ്പാർ പൊടി, ഇന്നൊന്ന് കുളമ്പ് മുളകാത്തൂൾ. ഇനിയിപ്പോൾ ഇത് അതായത് സാമ്പാർ പൊടി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം യൂസ് ചെയ്യാം. കുളമ്പ് മുളകാത്തൂൾ പ്ലസ് സാമ്പാർ പൊടി വരുന്ന സമയത്ത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് ആക്കി കൊടുക്കുക. അടച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണം പെട്ടെന്നൊന്ന് പോയി കിട്ടും. ഇനി നമ്മൾ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നാടൻ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പിളുക്കോന്നും പറഞ്ഞിട്ട് എനിക്ക് വഴുതനങ്ങ വേവിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള ഈ സാമ്പാറിന് വേണ്ട കംപ്ലീറ്റ് ഉപ്പിട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നതിന് ശേഷം അടച്ചു വെച്ച്, ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മുടെ 6-7 വിസിൽ കൊടുത്തിട്ട് നമ്മുടെ ഈ പരിപ്പ് വെന്തിട്ടുണ്ടാകും. അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഈ ഉടച്ചെടുത്ത പരിപ്പിനെ നമുക്ക് ഈ വെന്തുകൊണ്ടിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ലപോലെ വഴുതനങ്ങ ഉടയണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇതും കൂടി നന്നായിട്ടാക്കിയിട്ട് പിന്നെ ലേശം വെള്ളം കൂടി നമ്മുടെ കുക്കർ ഒലുമ്പി ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള ഒരു പുളി നമ്മൾ നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ആ പുളിയുടെ പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പറായിട്ട് എന്താ പറയുക, ഈ മെസ്സൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാക്കുന്ന പോലെയുള്ള ആ ഒരു കത്രിക്ക സാമ്പാർ റെഡി ആയിരിക്കും. വാങ്ങ സാപ്പിടലാം. കത്രിക്ക സാമ്പാർ, അവരയ്ക്കുപ്പേരി ആൻഡ് കാപ്പിക്ക വറുത്തത്. രാത്രി എല്ലാവരും കഴിച്ചു. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. എന്താ പറയുക, തമിഴ്നാട്ടിൽ മെസ്സിലൊക്കെ കിട്ടില്ലേ, അതുപോലെ അടിപൊളിയായിട്ട്. നല്ല അമരക്ക. എനിക്കിങ്ങനെ വഴുതിനിങ്ങ കഴിക്കാൻ കിട്ടണം, അപ്പോഴാണ് ഇഷ്ടം. സൂപ്പർ. കഴിക്കട്ടെ. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.